ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് പോകാം. US മാർക്കറ്റ് ഒരു ഫ്ലാറ്റായിട്ട് ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് ഫ്ലാറ്റാണ് 10 പോയിൻറ്റ്, S&P 8 പോയിൻറ്റ്, നാസ്ഡാക്ക് 59 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സഡ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ് നിഫ്റ്റി ഫ്ലാറ്റാണ്, ഏകദേശം 1 പോയിൻറ്റ് 1.5 പോയിൻറ്റിൻ്റെ ഒരു നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. മൊത്തത്തിലൊരു ഫ്ലാറ്റ് മാർക്കറ്റാണ് US മാർക്കറ്റും അതുപോലെ തന്നെ ഗിഫ് നിഫ്റ്റിയും. മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് സാധ്യതയുണ്ട്. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് അപ്പ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 30-40 പോയിൻറ്റിനുള്ളിലായിരിക്കും ഒരു ഗ്യാപ്പ് അപ്പ് വരാനുള്ള സാധ്യതയുള്ളത്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഡാറ്റ അനുസരിച്ച് നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഒരു യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിലും ഡാറ്റ അനുസരിച്ച് മാർക്കറ്റ് ഒരു പോസിറ്റീവ് ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഒരു ഗ്യാപ്പ് ഡൗൺ വന്നാൽ പോലും മാർക്കറ്റ് അവിടെ നിന്ന് റിക്കവർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടൊരു ഗ്യാപ്പ് ഡൗൺ വന്നിട്ട് മാർക്കറ്റ് ഏകദേശം ലോ ടു 24,773 ഏകദേശം 200 പോയിൻറ്റിൻ്റെ റാലി നടത്തി ആദ്യത്തെ 15-20 മിനിറ്റ് കൊണ്ട്. പിന്നെയാണ് അവിടെ നിന്നൊരു നെഗറ്റീവിലോട്ട് വന്നത്. ഇന്നലെ ഞാൻ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുകളിലോട്ട് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ മുകളിലോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 24,980. പക്ഷേ മാർക്കറ്റ് അതുവരെ പോയില്ല. അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലൊരു നെഗറ്റീവിലോട്ട് വന്നു. അതുപോലെ തന്നെ താഴോട്ട് ഇവിടെ ഈ ഒരു ലെവൽ 825 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് പറഞ്ഞിരുന്നത് 24,732 ആയിരുന്നു. പക്ഷേ മാർക്കറ്റ് ഏകദേശം 45-50 അടുപ്പിച്ച് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ച് കയറി. ഇന്ന് മാർക്കറ്റിൽ മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യത ഉണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഏരിയ ഓക്കെ, ഇതിനുള്ളിലാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ ഈ ഒരു ഏരിയയ്ക്കുള്ളിൽ ഈ ഒരു ഏരിയയ്ക്കുള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24,749, 24,826. അതായത് ഇന്നലത്തെ രണ്ടാമത്തെ സെഷൻ സൈഡ് വൈസ് ആയിരുന്നു. ആ ഒരു ഏരിയ ആണിത്. ഇതിനുള്ളിലാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ബ്രേക്കൗട്ട് നോക്കുക. എങ്ങോട്ടാണോ ബ്രേക്കൗട്ട് കിട്ടുന്നത് അങ്ങോട്ട് 15 മിനിറ്റ്സിൽ എങ്ങോട്ടാണോ ബ്രേക്കൗട്ട് കിട്ടുന്നത് അങ്ങോട്ട് എൻട്രി നോക്കാം. മിക്കവാറും എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് കിട്ടിയാൽ പോലും മാർക്കറ്റ് ബെയറിഷ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഇത് തന്നെയാണ്, ഒരു പാനിക് സെല്ലിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. യുദ്ധത്തിൻ്റെ ഇത് നിർത്തിക്കൊണ്ട് തന്നെ ഒരു പാനിക് സെല്ലിങ്ങിനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്ന് എക്സ്പയറി കൂടെയാണ്, നിഫ്റ്റിയുടെ എക്സ്പയറി കൂടെയാണ്. നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇന്ന്. കാരണം നാരോ CPRും കൂടെയാണ് ചാർട്ടിലുള്ളത്. മിക്കവാറും താഴോട്ട് ഒരു ബ്രേക്കൗട്ട് പ്രതീക്ഷിക്കാം. 24,750 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം സപ്പോസ് ഇതിന് മുകളിലൊരു ഓപ്പണിംഗ് കിട്ടിയാൽ പോലും ഇതിന് താഴോട്ട് ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ, ഒരു റെഡ് ക്യാൻഡിൽ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആയിരിക്കും. 24,750 ആയിരിക്കും. രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 24,630. ആ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം രാവിലത്തെ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് എവിടെയാണെന്ന് പോലെ ഇരിക്കും, കൃത്യമായിട്ട് നോക്കുക. ഇനി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടിയിട്ട് മുകളിലോട്ടാണ് ഒരു ബ്രേക്കൗട്ട് കിട്ടുന്നതെങ്കിൽ, ഈ ഒരു ഏരിയയിലോട്ടാണ് ബ്രേക്കൗട്ട് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 24,890, 24,900 ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വരും. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് വന്നിട്ട് മെനഞ്ഞാമത്തെ ഹൈ ഈ ഒരു ഏരിയ 24,982 ആ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് കയറി വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഡേറ്റ നോക്കാം. ഡേറ്റ ഇന്നലെ എനിക്ക് തോന്നുന്നു സ്റ്റോക്ക് ബയ്യിങ് ആയിരുന്നു. അതെ, സ്റ്റോക്ക് FISും DISും ബയ്യിങ് ആയിരുന്നു. ഏകദേശം 891 കോടിക്ക്
FIs ബൈ ചെയ്തപ്പോൾ DISും ഏകദേശം 1091 കോടി, ഏകദേശം 1,900 CR നെറ്റ് ബൈയിങ് ആണ്. FIs സ്ട്രോങ് ബെയറിഷാണ്. ഇൻഡെക്സിൻ്റെ ഫ്യൂച്ചേഴ്സ് അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ഫ്യൂച്ചർ DISും ബെയറിഷാണ്. ബാക്കി സെക്ടറുകളെല്ലാം എന്ന് പറയുന്നത്, സെഗ്മെൻറ്റുകളെല്ലാം എന്ന് പറയുന്നത് ബുള്ളിഷ് തന്നെയാണ്. എങ്കിലും മാർക്കറ്റ് ഒരു ചെറിയൊരു ബെയറിഷിനുള്ള സാധ്യത കാണുന്നുണ്ട്. ആസ് പെർ ഡേറ്റ നോക്കാം. ഡേറ്റ അനുസരിച്ച് കോൾ റേറ്റിംഗ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് എക്സ്പയറി ആണ്. ഏകദേശം നമുക്ക് ഡേറ്റ നോക്കുന്നതിന് മുന്നേ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റൂടെ നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റിൽ ഓക്കെ, ഏകദേശം 25,000 ഏറ്റവും കൂടുതൽ കോൾ റേറ്റിംഗ് നടന്നിരിക്കുന്നത്. 25,000. പിന്നെ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ 25,500 കോൾ റേറ്റിംഗ് ഉള്ളത്. എന്തുദ്ദേശത്തിലാണ് എക്സ്പയറിയുടെ തലേന്ന് ഇത്രയും വലിയൊരു ബയ്യിങ് ഏകദേശം 25,500 നടന്നിരിക്കുന്നതെന്നറിയില്ല. ഒരു പാനിക് ഉണ്ടാവണം. FIസിന് പോലും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പോലും ഒരു പാനിക് ഉണ്ടാവണം. 25,000 കടന്നു കഴിഞ്ഞാൽ 25,000 മുകളിലോട്ട് മാർക്കറ്റ് പറക്കുമോ എന്നുള്ളൊരു സംശയം കാണണം. അതുകൊണ്ടാണ് സെല്ലേഴ്സ് പോയിട്ട് 25,500 സെല്ല് ചെയ്തിട്ടേക്കുന്ന കോൾ റേറ്റേഴ്സ് എല്ലാം. ഓക്കെ, എന്തായാലും നമുക്ക് 25,000 തന്നെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. 25,000 തൊട്ട് താഴെ 24,950 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ റിജക്ഷൻ വരാൻ സാധ്യത ഉള്ളത്. ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് താഴോട്ട് സപ്പോർട്ടുകളൊന്നും വലുതായിട്ടില്ല. പിന്നെ ഉള്ളൊരു ചെറിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് 24,500 ആണ്. നമുക്ക് തിരിച്ച് ഡേറ്റയിലോട്ട് പോകാം. ഡേറ്റ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIs കോൾ സെല്ലിങ് 1.13 ലാക്കും പുട്ട് സെല്ലിങ് 1.8 ലാക്കുമാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്നത്. പ്രോ കോൾ സെല്ലിംഗ് ആണ്. 1.56 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈയിങ്ങും ആണ്. കോൾ ഓപ്ഷൻ ബൈയിങ്ങും 58 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ സെല്ലിങ്ങും. ക്ലയൻറ്റ് ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം ലെവൽ തന്നെയാണ്. ക്ലയൻറ്റിനും പ്രോ ഏകദേശം ക്വാണ്ടിറ്റി കുറച്ച് വരുന്നുണ്ട്. FIസും സ്ട്രോങ് സെല്ലിംഗ് ആണ്. ഓക്കെ, മാർക്കറ്റ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ബുള്ളിഷിനുള്ള സാധ്യത കുറവാണ്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ആയിരുന്നാൽ പോലും ചിലപ്പോൾ മാർക്കറ്റ് താഴോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ഇന്നത്തെ ചാർട്ടിലോട്ട് പോവാം. ഇന്നലെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്, മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ വന്നു കഴിഞ്ഞാൽ പോലും ഇവിടെ നിന്ന് റിവേഴ്സ് പോകുന്നു. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് റിവേഴ്സ് എൻട്രി എടുക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലായിരുന്നു. കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ താഴെ വന്ന് ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്തിട്ട് നേരെ മുകളിലോട്ട് പോയി. ഏകദേശം 5, 10, 15, 20 മിനിറ്റ് കൊണ്ട് ഏകദേശം 200 പോയിൻറ്റിന് അടുപ്പിച്ച് ടാർഗറ്റ് എത്തി. അപ്പോൾ ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിൽ FISൻ്റെ ഗ്രൂപ്പിൽ ചോദിച്ചാണ്, ഇത്രയും വലിയ മൂവ്മെൻ്റ് ഉണ്ടായിട്ട് ആദ്യം കോള് ഒന്നും പറഞ്ഞില്ലല്ലോ എൻട്രി. ആദ്യത്തെ ഒരു 15 മിനിറ്റൊക്കെ എന്ന് പറയുന്നത് മാർക്കറ്റ് നല്ല വോളട്ടൈലായിരിക്കും. ആ സമയത്തൊക്കെ എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ വ്യൂ ബുള്ളിഷാണ്, കറക്റ്റാണ്. പക്ഷേ അവിടെ നമുക്കൊരു ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അവിടെ ഒരു പ്ലാറ്റ്ഫോം വേണം. മാർക്കറ്റ് എവിടെയെങ്കിലും ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടിയിൽ ചാടി കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കെപ്പോഴും സംഭവിക്കുന്നതാണ്, രാവിലത്തെ ആദ്യത്തെ 15 മിനിറ്റിൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലൊക്കെ എന്ന് പറയുന്നത് നല്ല വോളട്ടൈലായിരിക്കും, നല്ല ഓട്ടമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ ഇപ്പം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു അങ്ങ് ബുള്ളിഷായിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ പെട്ടെന്ന് കയറിയൊരു കോൾ ഓപ്ഷൻ്റെ എൻട്രി, ഇപ്പം ഇന്നലെ മാർക്കറ്റ് ഇങ്ങനെ വലിയ 2 ക്യാൻഡിലുകൾ വന്നു. അപ്പോൾ മാർക്കറ്റ് പോകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചാടി കയറി എൻട്രി എടുക്കും. അവിടെ നമുക്ക് ഒരു കാരണമില്ലാതെയാണ് നമ്മൾ ആദ്യത്തെ 15 മിനിറ്റൊക്കെ, കാരണം എല്ലാവരും രാവിലെ ആദ്യത്തെ 15 മിനിറ്റിനകത്ത് ട്രേഡ് എടുക്കുന്നവരെന്ന് പറയുന്നത് അത് പക്ക ഗാംബ്ലിംഗ് ആണ് അവിടെ. കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ നമ്മൾ എടുക്കുന്ന ട്രേഡിനെന്ന് പറയുന്ന ഒരു കാരണമില്ല. എന്ത് കാരണം കൊണ്ടാണ്? പ്രൈസ് ആക്ഷൻ ഇല്ല. മാർക്കറ്റ് എങ്ങോട്ടോ പോകുന്നു, അതിനോടൊപ്പം നമ്മൾ
എൻട്രി എടുക്കുന്നു. ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിനകത്ത് നമ്മൾ ചാടി കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർ ചിലപ്പം കണ്ണാടിയിലൂടെ കാണും നമ്മൾ ചാടി കയറാൻ ശ്രമിക്കുന്നത്. നമ്മൾ ചാടി കയറാൻ ശ്രമിക്കുന്ന സമയത്തായിരിക്കും ഡ്രൈവർ കണ്ണാടിയിലൂടെ കണ്ടിട്ട് ബസ് ചവിട്ടി നിർത്തുന്നത്. എന്താ സംഭവിക്കുക? നമ്മൾ ആ ഒരു സ്പീഡിൽ ചാടി കയറാൻ ശ്രമിക്കുന്നിടത്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപകടം ഉണ്ടാവും. അതുപോലെയാണ് മാർക്കറ്റിൽ എപ്പോഴും നമുക്കൊരു എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങ് ഒരു വോളറ്റൈലായിട്ട് നിൽക്കുന്ന മാർക്കറ്റിൽ അല്ലെങ്കിൽ നല്ല സ്പീഡിൽ താഴോട്ട് വീണുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിൽ നമ്മൾ ചാടിക്കയറി ഒരു എൻട്രി എടുക്കുമ്പോഴായിരിക്കും മാർക്കറ്റ് അവിടെ നിൽക്കുന്നത്. പിന്നെ അവിടെ നിലപ്പം തിരിച്ചു പോവും, നമ്മുടെ സ്റ്റോപ്പ് ലോസും ഹിറ്റാവും. അതുപോലെ തന്നെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് നമ്മൾ പെട്ടെന്ന് വിചാരിക്കണം മാർക്കറ്റ് കത്തി കയറുകയാണ്, നമ്മൾ എൻട്രി എടുക്കും, ചിലപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് വീഴും. എപ്പോഴും പ്രൈസ് ആക്ഷൻ പഠിച്ചിട്ടുള്ളവർക്ക്, നമ്മുടെ സപ്ലൈ ആൻഡ് ഡിമാൻഡ്സ് ഓൺ പ്രൈസ് ആക്ഷൻ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, നമുക്കൊരു എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവിടെ ഒരു ചാർട്ട് പാറ്റേൺ വർക്ക് ആവണം. അവിടെ ഒരു ബേസ് ക്യാൻഡിൽ വന്നിട്ട് നമുക്ക് അവിടെ ഒരു ഡിമാൻഡ് സോണോ ഒരു സപ്ലൈ സോണോ ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ചുമ്മാ പോകുന്ന ക്യാൻഡിലുകളിൽ കയറി എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ ലോസ് വരും. അപ്പം അതാണ് കാരണം. ഓക്കെ, ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു റിക്കവറായി രാവിലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി നിന്ന് CPRും ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ട് നേരെ മുകളിൽ പോയി നിന്നു. നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ആദ്യത്തെ ടാർഗറ്റ് വരുന്നത് CPR ആണ്. പക്ഷേ എൻട്രി ഇല്ല, നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കാൻ പറ്റത്തില്ല, കാരണം മാർക്കറ്റ് അങ്ങ് വിട്ടുപോകുന്ന മാർക്കറ്റാണ്. രണ്ടാമത്തെ ടാർഗറ്റിലാണ് മാർക്കറ്റ് പോയി നിന്നത്. ഈ കാണുന്ന വരകളെന്ന് പറയുന്നത് ഇന്നലത്തെ ലൈവ് മാർക്കറ്റിൽ വരച്ചതാണ്. ഏകദേശം മാർക്കറ്റ് ഇവിടെ നിൽക്കുന്ന സമയത്താണ് ഇത് ബ്രേക്ക് ഔട്ട് കിട്ടി താഴോട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് റീടെസ്റ്റിൽ താഴോട്ട് പോകും അല്ലേ. മാർക്കറ്റ് ഇവിടെ നിന്ന് താഴോട്ട് വന്നു, ഇവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്തു, ഇതാ മുകളിൽ കയറി, പിന്നെ നേരെ താഴോട്ട് വീണു. പക്ഷേ എനിക്കിവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു ഞാൻ, കാരണം ഇവിടെ നിന്നൊരു റിക്കവറി പ്രതീക്ഷിച്ചാണ്. ഈ ഒരു CPRന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ താഴോട്ട് പോയി. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്, ഇവിടെ നിന്നൊരു ട്രെൻഡ് റിവേഴ്സാണ്, ബെയറിഷ് ട്രെൻഡാണ് മാർക്കറ്റിൽ. അപ്പം അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോസ്റ്റ് ടു കോസ്റ്റിലായിരിക്കും മിക്കവാറും എല്ലാവരുമൊക്കെ എക്സിറ്റ് ചെയ്തിരുന്നത്. മാർക്കറ്റ് കൃത്യമായിട്ട് അവിടെ നിന്ന് തന്നെ റീടെസ്റ്റ് ചെയ്തു, പിന്നെ നേരെ താഴോട്ട് വന്നു. ടാർഗറ്റ് ഇതായിരുന്നു കൊടുത്തിരുന്നത്. മാർക്കറ്റിൽ കൃത്യമായിട്ട് അവിടെ വന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അവസാനത്തെ ഏകദേശം 11 മണി കഴിഞ്ഞിട്ട് പിന്നെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയിരുന്നു, റേഞ്ച് ബൗണ്ട് മാർക്കറ്റായിരുന്നു ആ ഒരു ഏരിയയിൽ. അപ്പം ഇന്ന് എക്സ്പയറി ആണ്. കൃത്യമായിട്ട് നേരത്തെ ഡേ ക്യാൻഡിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഹൈയും ഇതിൻ്റെ ലോയുമാണ് നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടേണ്ടത്. ഇതിനുള്ളിലാണ് മാർക്കറ്റ് സഞ്ചരിക്കുന്നതെങ്കിൽ സ്കാൽപ്പേഴ്സിനുള്ള ദിവസമാണ്. പക്ഷേ ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് സൈഡ് വൈസ് ആണെന്നുണ്ടെങ്കിൽ പ്രീമിയം ഉച്ചയ്ക്ക് മുന്നേ തന്നെ ഉരുകി തീരാൻ സാധ്യതയുണ്ട്. അപ്പം കൃത്യമായിട്ടൊരു ബ്രേക്ക് ഔട്ട് നോക്കിയിട്ട് വേണം എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നാരോ CPR ആണ് 24,823 തൊട്ട് 24,849 വരെയൊക്കെയാണ് CPR വരുന്നത്. CPR ചിലപ്പം ബ്രേക്ക് ഔട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. നാരോ CPR ആയതുകൊണ്ട് തന്നെ CPR ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യത ഉണ്ട്. ഒരു ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ലെവൽ നോക്കുക, 24,915, 24,935. മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നാൽ പോലും CPR ബ്രേക്ക് ഔട്ട് കിട്ടി മുകളിൽ പോയാലും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. താഴോട്ട് 24,758, 24,740 ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് 24,640, 24,623. ഇത്രയേ ഉള്ളൂ. ഞാൻ താഴോട്ട് വേറെ ലെവൽസ് ഒന്നും വരച്ചിട്ടില്ല. 640, 623 താഴോട്ട് പൊട്ട് കാണുന്നുണ്ടെങ്കിൽ വേറെ ലെവൽസ് ആ സമയത്ത് തരാം. എന്തായാലും തൽക്കാലം ഞാനൊരു 200 പോയിൻറ്റിൻ്റെ റേഞ്ചിൽ മാത്രമേ വരച്ചിട്ടുള്ളൂ. ഇതിനുള്ളിൽ തന്നെ നിൽക്കാനാണ് സാധ്യത കൂടുതൽ. എങ്കിലും എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.